കരുനാഗപ്പള്ളി സ്വദേശിനിയായ വിജയലക്ഷ്മിയാണ് കൊല്ലപ്പെട്ടത്. വിവാഹിതയും 2 കുട്ടികളുടെ അമ്മയുമായ യുവതിയെ ഈ മാസം ആദ്യം മുതൽ കാണാനില്ലായിരുന്നു. പോലീസിന് അപ്രതീക്ഷിതമായി ലഭിച്ച വിജയലക്ഷ്മിയുടെ മൊബൈൽ ഫോണാണ് കൊലപാതകത്തിന്റെ ചുരുളഴിച്ചത്. ഭർത്താവുമായി അകന്നു കഴിയുകയായിരുന്ന വിജയലക്ഷ്മി ഭാര്യയും മകനുമുള്ള ജയചന്ദ്രനുമായി വർഷങ്ങളായി അടുപ്പത്തിലാണ്. മറ്റാരും വീട്ടിലില്ലാതിരുന്ന സമയത്ത് വിജയലക്ഷ്മി അമ്പലപ്പുഴ ക്ഷേത്രത്തിന് അധികം അകലെയല്ലാത്ത ജയചന്ദ്രന്റെ വീട്ടിലെത്തി. പുലർച്ചെ യുവതിയുടെ മൊബൈൽ ഫോണിലേക്ക് മറ്റൊരു പുരുഷന്റെ കോൾ വന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിൽ അവസാനിച്ചത്. വിജയലക്ഷ്മിയെ വെട്ടുകത്തിക്കൊണ്ട് കൊലപ്പെടുത്തിയ ശേഷം വീടിനോട് ചേർന്നുള്ള മറ്റൊരു പറമ്പിൽ കുഴിച്ചിടുകയായിരുന്നു. കഴിഞ്ഞ ബുധനാഴ്ച ഇവിടെ ജയനുണ്ടാന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാനില്ലായിരുന്നു, ഞാൻ വീട്ടു വിലയ്ക്ക് പോയിരിക്കുവാരെന്ന് പറഞ്ഞു. അന്നേരം പറയും ഇവിടെ വന്നെങ്കിൽ വന്നെന്ന്. അപ്പോൾ പോയി എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ ബോട്ടിലാന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ സ്വിച്ച് ഓഫ് ആയിരുന്നു. ബോട്ട് 5-6 ദിവസം ബോട്ട് സ്വിച്ച് ഓഫാണ്. അത് കഴിഞ്ഞപ്പോൾ ബോട്ട് കയറിയപ്പോൾ അവിടെ നിന്ന് കൊണ്ടുപോയി. മൃതദേഹം പൂർണ്ണമായി അഴുകിയ നിലയിലായിരുന്നു. മുഖം തിരിച്ചറിയാനാകില്ല. ശരീരത്തിൽ വസ്ത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. സാമ്പിൾ DNA പരിശോധനയ്ക്ക് അയക്കും. കരുനാഗപ്പള്ളി പോലീസ് രജിസ്റ്റർ ചെയ്ത തിരോധാന കേസാണ് കൊലപാതകമായി മാറിയത്. അധികം വൈകാതെ കേസ് കൊലപാതകം നടന്ന അമ്പലപ്പുഴ സ്റ്റേഷനിലേക്ക് മാറ്റിയേക്കും. ജയചന്ദ്രന്റെ മൊഴികളിൽ ചില വൈരുദ്ധ്യമുണ്ടെങ്കിലും പ്രതി ഒറ്റയ്ക്കാണ് യുവതിയെ കൊലപ്പെടുത്തി മറവ് ചെയ്തതെന്നാണ് പോലീസിന്റെ നിഗമനം. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.